ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ വീണ്ടും വിവാദങ്ങൾ കത്തുന്ന സാഹചര്യത്തിലാണ് ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവർ ക്രൈംബ്രാഞ്ച് STIയുടെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസിൽ വീണ്ടും വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ 13 സുപ്രധാന പിഴവുകളാണ്. പ്രതി CPM പ്രവർത്തകനായതിനാൽ അന്വേഷണം ആധാരരഹിതമായ രീതിയിൽ നയിച്ചുവെന്നും ഇതുവഴി പ്രാമാണികമായ തെളിവുകൾ ഉൾപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്നും ഹർജിയിൽ പറയുന്നു. ഹർത്താൽ കാലത്തെ സംഘർഷങ്ങൾക്കിടയിൽ നടന്നതെന്ന് പറയപ്പെടുന്ന മരണത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണത്തിന്റെ ദിശ മാറ്റിയതായി കുടുംബം ആരോപിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് പ്രശാന്ത് എന്നയാളെയാണ്. എന്നാൽ ഹർജിക്കാരിയായ മഞ്ജുഷയുടെ പ്രധാന വാദം പ്രശാന്തിനെതിരെ വ്യാജ കേസ് ചുമത്താൻ പോലീസ് ശ്രമിച്ചുവെന്നാണ്. പ്രശാന്തൻ LDF നേതാവ് PP ദിവ്യയുടെ അടുത്ത വ്യക്തിയാണെന്നും ദിവ്യയുടെ ബിനാമി ആകാമെന്ന സൂചന ഉണ്ടായിരുന്നിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു. നവീനായിട്ടുള്ള അന്വേഷണത്തിലൂടെ സത്യം കണ്ടെത്താനാകുമെന്നായിരുന്നു കുടുംബത്തിന്റെ മനുഷ്യാവകാശ പ്രവർത്തകരുടെയും പ്രാഥമിക ആശയം. എന്നാൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ കേസ് സംബന്ധിച്ച പല ഇലക്ട്രോണിക് തെളിവുകളും പോലീസിന്റെ അന്വേഷണത്തിൽ അവഗണിക്കപ്പെട്ടുവെന്നും ചില ഫോണുകളുടെ കോൾ ഡേറ്റ റെക്കോർഡുകളും ശേഖരിക്കപ്പെട്ടില്ലെന്നുമാണ് ആരോപണം. ഇതിനു പുറമെ ആൻഡ്രോയിഡ് ഫോൺ ഡേറ്റ, GPS, മെസ്സേജുകൾ തുടങ്ങിയ ഡിജിറ്റൽ തെളിവുകൾ പതിവായി ഉപയോഗിക്കുന്നത് ആയിട്ടുള്ള കാലഘട്ടത്തിൽ പോലും അന്വേഷണ സംഘം ആ സാധ്യതകൾ പരിശോധിച്ചിട്ടില്ലെന്ന് അന്വേഷണത്തിന്റെ അവിശ്വാസ സത്യ ഉയർത്തുന്നതാണ്.